നമുക്ക് ഒരു ഫീഡ്ബാക്ക് ഫോം പങ്കെടുക്കുന്നവർക്ക് അയച്ചു കൊടുക്കണം. അതിനുശേഷം അവർ പൂരിപ്പിച്ച് ഇത് നമ്മൾക്ക് അയക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ മെയിലിലേക്ക് അയച്ചു കൊടുക്കണം. ഇതിനു വേണ്ടി 2 ഗൂഗിൾ ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഗൂഗിൾ ഫോംസ്, 2 ഗൂഗിൾ സ്ലൈഡ്സ്. ഗൂഗിൾ സ്ലൈഡ്സിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത്. ഒരു ഇമേജോ അതല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിലോ മറ്റോ ടൈപ്പ് ചെയ്ത ഒരു ഫോർമാറ്റോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ലൈഡ്സിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നു. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്ത് പങ്കെടുക്കുന്നവർ തിരികെ തരുമ്പോൾ നമ്മൾ അവർക്ക് ഓട്ടോമേറ്റഡായി ഈ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഗൂഗിൾ ആപ്സിൻ്റെ ഒരു ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് താഴെ ഗൂഗിൾ സ്ലൈഡ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. സ്ലൈഡ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ ഗൂഗിൾ സ്ലൈഡ്സിൻ്റെ വിൻഡോ അവിടെ ഓപ്പൺ ആവുന്നതാണ്. നമ്മളിവിടെ പ്ലസ് ബട്ടൺ, സ്റ്റാർട്ട് എ ന്യൂ പ്രസൻറ്റേഷൻ എന്നുള്ള പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഇൻ്റർനെറ്റിൽ പോയി നമ്മൾക്ക് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് അതിൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കുറേ തീംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ തീംസിൽ നിന്ന് ഒന്നെടുത്ത് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ഇൻസെർട്ട് ഒരു ഇമേജ് നമുക്ക് ആദ്യം അപ്ലോഡ് ചെയ്യാൻ ഞാനിവിടെ ശ്രമിക്കുന്നു. ഞാനൊരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ അതെൻ്റെ സ്ക്രീനിലോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ ഈ വെള്ള സ്ഥലത്താണിത് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അതിനാൽ ഇത്രയും മതിയെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഗൂഗിൾ സ്ലൈഡും ഫോമുമായി നമുക്ക് ബന്ധിപ്പിക്കണം. ഇങ്ങനെ ബന്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻസേർട്ട് എന്നുള്ള 4ാമത്തെ മെനു ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ടെക്സ്റ്റ് ബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മളിവിടെ റെഡിയാക്കി വയ്ക്കുക. ഇനി നമ്മളിത് ചെയ്യുന്നത് സർട്ടിഫൈ എം എന്നൊരു ആഡ്സ് ഓൺ ഗൂഗിൾ ഫോം ആണ്. അതായത് ഗൂഗിൾ ഫോംസിൽ ഒത്തിരി ആഡ്സ് ഓൺ അവൈലബിൾ ആണ്. ഈ ആഡ്സ് ഓണിൽ നമ്മൾ ചെയ്യുന്നത് സർട്ടിഫൈ എം എന്നൊരു ആഡ്സ് ഓണിൽ ഗൂഗിൾ ഫോംസിൽ ഉപയോഗിക്കുന്ന ആഡ്സ് ഓൺ, അതായത് സർട്ടിഫൈ എം എന്ന ആഡ്സ് ഓൺ, അതിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്കിവിടെ ആദ്യം ഫുൾ നെയിം എന്ന് കാണാൻ കഴിയും. ഒരു ഫോമിൽ വരുന്ന നെയിം ആണ് ഇവിടെ ഫുൾ നെയിം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗൂഗിൾ ഫോമിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗൂഗിൾ ക്വിസിൽ ഉപയോഗിക്കുന്ന ടൈറ്റിലാണ് 2ാമത്തെ ടൈറ്റിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒരു ഗൂഗിൾ ഫോമിൽ ഫുൾ നെയിം അല്ലെങ്കിൽ നെയിമിന് ശേഷം വരുന്ന ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ അടുത്ത ചോദ്യം എന്താണ് അതിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ അതർ ഐഡൻറ്റിഫയർ. ഇപ്പം നെയിമിന് ശേഷം ഞാനിപ്പോൾ ഡെസിഗ്നേഷൻ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ അതർ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഡെസിഗ്നേഷൻ ആണ്. ആ ഡെസിഗ്നേഷന് ശേഷം വരുന്ന അടുത്ത ചോദ്യം അതാണ് അതർ ഐഡൻറ്റിഫയർ 2. ഇനി നമുക്ക് വേണമെങ്കിൽ 2ാമത്തെയും അതായത് ഗൂഗിൾ നെയിമിന് ശേഷം വരുന്ന 2 ചോദ്യങ്ങളെയും അതിന് കിട്ടുന്ന ഉത്തരങ്ങളെയും ബന്ധിപ്പിക്കാനായി അല്ലെങ്കിൽ 2ഉം കൂടെ ഒരുമിച്ച് നമുക്ക് കിട്ടാനായി ഇവിടെ അതർ ഐഡൻറ്റിഫയേഴ്സ് എന്നൊരു ചോയ്സ് കൂടി ഉണ്ട്. കൂടാതെ ഡേറ്റ്, പേഴ്സൺ അങ്ങനെ കുറേ ചോയ്സസ് ഉണ്ട്. സർട്ടിഫിക്കേഷൻ ID എന്നും അവസാനം ഒരു ചോയ്സും കൂടി ഉണ്ട്. നമുക്കിത് ചെയ്യാനായി 2 കാര്യങ്ങൾ മാത്രം മതിയാകും. ഒന്ന് ഫുൾ നെയിം നമ്മൾ എടുക്കുക. 2 അതർ ഐഡൻറ്റിഫയർ 2 എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫുൾ നെയിം കിട്ടും, ഡെസിഗ്നേഷൻ കിട്ടും, കൂടാതെ കോളേജിൻ്റെ പേരോ പ്ലേസോ ഉണ്ടെങ്കിൽ അതുകൂടെ കിട്ടും. അപ്പോൾ ഇത് 3ഉം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഉപായം ചെയ്യാവുന്നത് ഇവിടെ ഫുൾ നെയിമും വേണമെങ്കിൽ അതർ ഐഡൻറ്റിഫയേഴ്സും ഉപയോഗിച്ചാലും നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഇത് 2നും
അതർ ഐഡൻറ്റിഫയർ 2ന് പകരമാണ് അതർ ഐഡൻറ്റിഫയേഴ്സ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫുൾ നെയിം ടാഗും അതർ ഐഡൻറ്റിഫയേഴ്സ് ടാഗും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഗൂഗിൾ സ്ലൈഡിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാമെന്ന് നോക്കാം. അടുത്തതായി നമുക്ക് എങ്ങനെ നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ പേര് വരുത്തണം, ഫീഡ്ബാക്ക് ഫോമിൽ നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ ഗൂഗിൾ സ്ലൈഡിൽ വരുത്തുന്നു എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ സർട്ടിഫൈ എം എന്ന ആഡ് സോണിൻ്റെ ടാഗ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബ്രേസ്, വീണ്ടും ഓപ്പണിംഗ് ബ്രേസ്, അതിനുശേഷം ഫുൾ നെയിം, ഫുൾ കഴിഞ്ഞ് സ്പേസ് ഉണ്ട്, ഫുൾ സ്പേസ് നെയിം എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും 2 ബ്രേസസ് ഇട്ടാൽ നെയിം ഇവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നമ്മൾ അതർ ഐഡൻറ്റിഫയേഴ്സ് എന്നിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം അതർ ഐഡൻറ്റിഫയർ 2 എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ ഇൻഫർമേഷനും കിട്ടും. അതിന് പകരം വേണമെങ്കിൽ നമുക്കൊരു ഉപായം ചെയ്യാം. അതർ ഐഡൻറ്റിഫയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ ഞാൻ 2 ടാഗാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫുൾ നെയിം, രണ്ടാമത്തെ അതർ ഐഡൻറ്റിഫയേഴ്സ്. ഈ 2 ടാഗും ഉപയോഗിച്ചുകൊണ്ട് ഫീഡ്ബാക്ക് ഫോമിലെ 3 ഇൻഫർമേഷൻ, അതായത് നെയിം, അതിനുശേഷം വരുന്ന ഇൻഫർമേഷൻ എന്താണോ അത് സാധാരണ ഡെസിഗ്നേഷൻ ആയിരിക്കും, അതിനുശേഷം വരുന്ന ഫീൽഡ് എന്താണോ അത് സാധാരണ കോളേജ് ആയിരിക്കും. ഈ 3 ഇൻഫർമേഷനും ഒരുമിച്ച് സർട്ടിഫിക്കറ്റിലൂടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഗൂഗിൾ ഫോംസിലേക്ക് പോകാം. ഇവിടെ നേരത്തെ പോലെ തന്നെ നമ്മൾ ഗൂഗിൾ ഫോംസിലോട്ട് പോകുന്നു. പുതിയ ഫോം ഉണ്ടാക്കാൻ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫീഡ്ബാക്ക് ഫോം എന്ന് കൊടുക്കുന്നു. അടുത്തതായി നമുക്ക് ഇവിടെ ഒരു ആഡ് സോൺ, ഗൂഗിൾ ഫോംസിലെ ആഡ് സോൺ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ മോർ എന്നുള്ള ഓപ്ഷനിൽ 3 ഡോട്ട്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് സോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറേയധികം ആഡ് സോൺ കാണാവുന്നതാണ്. ജി സ്യൂട്ട് മാർക്കറ്റ് പ്ലേസിലെ ഒത്തിരി ആഡ് സോൺ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആഡ് സോണിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ ലഭ്യമാവുന്നതാണ്. ഇവിടെ ഞാൻ സർട്ടിഫൈ എം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഉടനെ തന്നെ സർട്ടിഫൈ എം എന്ന ആഡ് സോൺ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നു. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇവിടെ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണിക്കും. ഞാൻ അത് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂ കൂടി ക്ലിക്ക് ചെയ്യുക. ഉടനെ ഏതാനും നിമിഷങ്ങൾക്കകം അത് ഗൂഗിൾ ഫോംസിൽ അത് ഇൻസ്റ്റാളായി വരുന്നു. ഇവിടെ നമുക്ക് ഇമെയിൽ ലോഗിൻ ചെയ്തിരിക്കണം. കൂടാതെ കുറേയധികം ആക്സസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലോ അടിച്ചാൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതായത് നമ്മുടെ മെയിലിൽ നിന്നും ഓട്ടോമാറ്റഡായി മെയിൽ പോകേണ്ടതുണ്ട്. അതിനുള്ള അനുവാദം കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ച് നമ്മളിവിടെ എല്ലോ എന്ന് ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മുടെ മെയിലിൽ നിന്നും ഓട്ടോമാറ്റഡായി മെയിൽ അയക്കാനായിട്ട് ഈ ഒരു ആഡ് സോണിന് കഴിയും. അതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ നമ്മളിത് അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതാണ്. ഇവിടെ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഫീഡ്ബാക്ക് ഫോം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ ആഡ് സോണിൻ്റെ ബട്ടൺ ഉണ്ട്. ഇവിടെ മേൽഭാഗത്ത് ഫസ്റ്റ് ഐക്കോണായിട്ട് കാണാവുന്നതാണ്. ആഡ് സോൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എല്ലാ ആഡ് സോണും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ സർട്ടിഫൈ എം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എനേബിൾ സർട്ടിഫൈ എം ഇൻ ദിസ് ക്യൂസ് ക്ലിക്ക് ചെയ്യുക. അതോടെ നമുക്ക് സർട്ടിഫൈ എമ്മിൻ്റെ എല്ലാ ബട്ടൺസും ഇവിടെ വലതുഭാഗത്ത് അവൈലബിൾ ആയിരിക്കും. അതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സർട്ടിഫൈ എം എന്ന ആഡ് സോണിനെ ഫീഡ്ബാക്ക് ഫോമുമായി കണക്ട് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഗൂഗിൾ സ്ലൈഡ്സിൽ തയ്യാറാക്കിയ ടെംപ്ലേറ്റ് ഉണ്ട്, അതായത് സർട്ടിഫൈ എമ്മിൻ്റെ ടെംപ്ലേറ്റ്. അതിവിടെ നമ്മൾ കണക്ട് ചെയ്യണം. ഇവിടെ നിലവിൽ കുറേയധികം ടെംപ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്.
നമ്മൾ നമ്മുടേതായ ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട്, സർട്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ യൂസ് എ കസ്റ്റം ടെംപ്ലേറ്റ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് എ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ നേരത്തെ ഗൂഗിൾ സ്ലൈഡ്സിൽ തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റുമായി ഇവിടെ ബന്ധിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ പാസിംഗ് നമുക്ക് വേണമെങ്കിൽ 0 ആക്കി വയ്ക്കാം. എല്ലാവർക്കും ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കൊണ്ട്, സെമിനാർ ആയതുകൊണ്ട് നമുക്കിവിടെ 0 ആക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇത് ലഭ്യമാവുന്നതാണ്. ഇവിടെ ടേൺ ഓൺ എന്നൊരു ബട്ടൺ ഉണ്ട്. ടേൺ ഓൺ ക്ലിക്ക് ചെയ്യുക. ഏതാനും നിമിഷങ്ങൾക്കകം ഇത് സർട്ടിഫൈ ഇവിടെ ഓണായി വരുന്നതാണ്. സർട്ടിഫിക്കേഷൻ ഈസ് ഓൺ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റഡ് സർട്ടിഫിക്കേഷൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു ഓട്ടോമാറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ഇമെയിൽ മീ സാമ്പിൾ ക്ലിക്ക് ചെയ്താൽ വേണമെങ്കിൽ കാണാൻ കഴിയും. കൂടാതെ ലിങ്ക് ടു എക്സാം കൊടുത്താൽ നമുക്ക് ഗൂഗിൾ ഫോമും കാണാൻ കഴിയും. അതിന് മുമ്പ് നമുക്കിവിടെ ഈ ഫീഡ്ബാക്ക് ഫോം ഒന്ന് പൂരിപ്പിക്കാം. ഇവിടെ ആദ്യത്തെ ഫോം ഫുൾ നെയിമാണ്. അതിലൊന്നും ചെയ്യരുത്, ടച്ച് ചെയ്യാതെ വിടുക. ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഫീഡ്ബാക്ക് ഫോമിൽ ഒരു പങ്കെടുത്ത ആൾ ടൈപ്പ് ചെയ്യുന്ന ആദ്യത്തെ ഇൻഫർമേഷൻ ഫുൾ നെയിം. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ ഇമെയിൽ അഡ്രസ്സ് വരുന്നുണ്ട്. അതിനുശേഷം ഫുൾ നെയിം. ഈ ഇൻഫർമേഷനാണ്, ഫുൾ നെയിം എന്നുള്ള ഇൻഫർമേഷനാണ് സർട്ടിഫിക്കറ്റിൽ ആദ്യം ടൈപ്പ് ചെയ്യുന്നത്. രണ്ടാമത് അതർ ഐഡൻറ്റിഫയർ. നമുക്കത് ഡെസിഗ്നേഷൻ എന്ന് കൊടുക്കാം. ഇവിടെ ഞാൻ ഡെസിഗ്നേഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കി ഷോർട്ട് ആൻസർ എല്ലാം കൊടുക്കുന്നുണ്ട്. റിക്വയർഡ് എന്ന് ഓൺ ആക്കി വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഡിഫോൾട്ടായിട്ട് സർട്ടിഫൈ എമ്മിൽ ഒരു ചോദ്യം വരുന്നുണ്ട്. ഞാനത് റിമൂവ് ചെയ്യുന്നു. അതിന് പകരം ഇവിടെ കോളേജ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ ചോദ്യമായി കോളേജ് എന്ന് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ആഡ് ക്വസ്റ്റ്യൻ. ഇവിടെ കോളേജ് ആൻഡ് പ്ലേസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് ഫോമിൽ ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം താഴെ ഞാൻ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതോടെ ഫീഡ്ബാക്ക് ഫോമിൻ്റെ അത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫുൾ നെയിമാണ് ഇവിടെ സർട്ടിഫിക്കറ്റിലെ ഫുൾ നെയിമായിട്ട് വരുന്നത്. ഈ ഡെസിഗ്നേഷനും ഈ കോളേജ് ആൻഡ് പ്ലേസുമാണ് അതർ ഐഡൻറ്റിഫയേഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് ഫോമിൽ സെമിനാറിൽ പങ്കെടുക്കുന്നവർ ടൈപ്പ് ചെയ്യുന്ന പേരും ഡെസിഗ്നേഷനും കോളേജ് ആൻഡ് പ്ലേസുമാണ് സർട്ടിഫിക്കറ്റിൽ പ്രിന്റ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ ചോദ്യങ്ങളും നമുക്കിവിടെ തയ്യാറാക്കാം. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ അവിടുത്തെ ലിങ്ക് എടുക്കുകയാണ്. സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ, സെൻഡ് ഫോം ക്ലിക്ക് ചെയ്താൽ എനിക്കിവിടെ ലിങ്ക്, രണ്ടാമത്തെ മെനുവിൽ ലിങ്ക് ലഭ്യമാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കോപ്പി അടിക്കുന്നു. ഞാനിവിടെ ലിങ്കിലോട്ട് നേരെ പോകുന്നു. ഗോ ടു കൊടുക്കുന്നു. ഇവിടെ അത് തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ തന്നെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, പ്രവീൺ കുമാർ. അതിനുശേഷം ഡെസിഗ്നേഷൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ശേഷം കോളേജ് ഞാനിവിടെ SN കോളേജ് ചേർത്തല എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത്രയും ഇൻഫർമേഷൻ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. സാധാരണ ഫീഡ്ബാക്ക് ഫോമിൽ കുറേയധികം ചോദ്യങ്ങളിലൂടെ ഉണ്ടാകും. അതിനുശേഷം പങ്കെടുക്കുന്ന ആൾ ഫീഡ്ബാക്ക് ഫോമിൽ സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഇൻഫർമേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അവർക്ക് ഇമെയിലൂടെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ എൻ്റെ ഇൻബോക്സിലോട്ട് പോകുന്നു. അവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ലഭ്യമായിട്ടുണ്ടോ എന്ന് നോക്കാം.
ഇവിടെ യുവർ സർട്ടിഫിക്കറ്റ് ഈസ് ഹിയർ, ഇതായിരിക്കണം മെയിൽ. ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ നെയിം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ID ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ ഈ ഒരു ഓട്ടോമാറ്റിക് സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് ഇവിടെ തീരുന്നു. ഇതാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്ത് ഒരു സെമിനാറിൽ പങ്കെടുത്ത ആൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടി അമർത്തുക. താങ്ക് യു all.